ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൻമരങ്ങൾ ഉലയുമ്പോഴും വീഴാതെ നിൽക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തെന്താണ്? അത് ആ പാർട്ടിക്കുള്ളിലെ അതിരുകളില്ലാത്ത ജനാധിപത്യമാണ്. വിമർശിക്കുന്നവരെ വെട്ടിനിരത്തുന്നതല്ല, മറിച്ച് അവരെ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള രാഷ്ട്രീയ പാകത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ നടന്ന നാടകീയ നീക്കങ്ങളും ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവനയും ശശി തരൂരിന്റെ ഇടപെടലുകളും വിരൽ ചൂണ്ടുന്നത് സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞയുടെ നിശബ്ദമായ കരുത്തിലേക്കാണ്. തരൂർ വിപ്ലവം എന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോഴും ഒരു ചെറു പുഞ്ചിരിയുടെ അതിനെയെല്ലാം പാർട്ടിയുടെ ഗുണമാക്കി മാറ്റാൻ ഹൈക്കമാൻഡിനെ എങ്ങനെ കഴിഞ്ഞു? നമുക്ക് നോക്കാം. വിഷയം തുടങ്ങുന്നത് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ്. 1996 ശങ്കർ സിംഗ് വഗേലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നരേന്ദ്രമോദിയും LK അദ്വാനിയും ഒന്നിച്ചിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകന് എങ്ങനെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് RSS എന്നാണ്. സംഘടനയുടെ ശക്തിയെ അദ്ദേഹം പുകഴ്ത്തിയപ്പോൾ BJP അത് ആയുധമാക്കി. നെഹ്റു മുതൽ ഗാന്ധി വരെയുള്ള പാരമ്പര്യത്തെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന BJPക്ക് മുന്നിൽ ഇതൊരു കനൽത്തിരിയായി മാറുമെന്ന് പലരും കരുതി. എന്നാൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് അതിശയിപ്പിക്കുന്ന ഒരു മൗനമായിരുന്നു. ചൊറിഞ്ഞു പൊട്ടിക്കാൻ നിൽക്കാതെ വിമർശനം ഉൾക്കൊള്ളാനുള്ള ആ മൗനം മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കണ്ടു. താൻ RSSനെ പുകഴ്ത്തിയതല്ല, അവരുടെ സംവിധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദിഗ്വിജയ് സിംഗ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. BJPക്കെതിരായ തന്റെ പോരാട്ടം തുടരണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ സമയത്താണ് ശശി തരൂർ എന്ന വിപ്ലവകാരിയായ നേതാവിന്റെ എൻട്രി. പാർട്ടിക്കുള്ളിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തി. ഗാന്ധി കുടുംബത്തെ പോലും പലപ്പോഴും വിമർശിച്ചിട്ടുള്ള തരൂർ കോൺഗ്രസിന്റെ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കണമെന്ന പക്ഷക്കാരനാണ്. BJP ഇത് ഒരു പിളർപ്പിനുള്ള പഴുതാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തരൂർ എത്തുന്നത്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അദ്ദേഹം നന്നായി വിനിയോഗിക്കുന്നു. എന്നാൽ അത് പാർട്ടിയെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ കരുത്തുറ്റതാക്കാനാണെന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വ്യക്തമാക്കുന്നത്. പുറത്ത് പരിഷ്കരണവാദവുമായി നിൽക്കുമ്പോഴും സഭയ്ക്കുള്ളിൽ മോദി സർക്കാരിനെതിരെ തരൂർ നടത്തുന്ന പോരാട്ടം ശ്രദ്ധേയമാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾക്കെതിരെ മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ കീറി മുറിക്കരുത് എന്ന് സ്പീക്കറെ സാക്ഷ്യം നിർത്തി അദ്ദേഹം പറഞ്ഞത് വലിയ ചർച്ചയായി. ഗാന്ധിയുടെ പേര് പോലും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവർക്ക് തരൂർ നൽകിയ മറുപടി കോൺഗ്രസിന്റെ തന്നെ നിലപാടാണ്. ഇവിടെയാണ് സോണിയാഗാന്ധിയുടെ തന്ത്രം വിജയിക്കുന്നത്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, മറുപടി നൽകി വഷളാക്കേണ്ടതില്ല എന്ന അവരുടെ നിലപാട് വിമർശനത്തിന്റെ വാളോങ്ങിയ നേതാക്കളെ പോലും തിരികെ കോൺഗ്രസ് കൂട്ടിലേക്ക് തന്നെ എത്തിച്ചു. മൗനം കൊണ്ടുള്ള ഈ പ്രതിരോധം BJPയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകർത്തെറിഞ്ഞു.